ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് ഫെബ്രുവരി മാസം 29 വ്യാഴാഴ്ച, നോമ്പിൽ 14 ദിനം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 17 അധ്യായം 11 മുതൽ 19 വരെയുള്ള ഭാഗങ്ങൾ തിരഞ്ഞെടുക്കുന്നു. കീ വേഴ്സായി ലൂക്കോസ് സുവിശേഷം 17 അധ്യായം 17 വാക്യം തിരഞ്ഞെടുക്കുക. Then Jesus answered, Were not 10 cleansed? Where are the 9? 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ വേദഭാഗത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ യേശു കർത്താവ് ചെയ്ത 31 അത്ഭുതമായിട്ട് നമുക്ക് കണക്കാക്കാം. ഒന്നിലധികം പേർ സൗഖ്യമായ യേശു കർത്താവിൻ്റെ ഹീലിംഗ് എപ്പിസോഡുകളിൽ ഏറ്റവും വലുപ്പമുള്ളതാണ്. മറ്റൊരു പ്രത്യേകതയുള്ളത്, യേശു കർത്താവ് വാക്കിനാലും സ്പർശനത്താലും അല്ലാതെ യാതൊരു മുഖാന്തരവുമില്ലാതെ സൗഖ്യമാക്കിയ സന്ദർഭങ്ങളിലൊന്നാണ് ഈ ഭാഗം. ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് വളരെ പരിചിതമാണ്. യേശു കർത്താവിൻ്റെ അടുക്കൽ 10 കുഷ്ഠരോഗികൾ വരുന്നതും യേശു അവരോട് പുരോഹിതന്മാരെ നിങ്ങൾക്ക് തന്നെ കാണിച്ചു കൊടുപ്പിനെന്ന് പറയുമ്പോൾ അവർ പുരോഹിതന്മാരെ കാണിക്കാനുള്ള യാത്രയിൽ അവർ തുടരുന്നു. എന്നാൽ ഒരുവൻ മാത്രം മടങ്ങി വന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. അത് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കാനുള്ള ഒരു ടൂളായി ഉപയോഗിക്കുന്നതായാണ് ഈ വേദഭാഗത്തിൽ ലൂക്കോസ് വിവരിക്കുന്നത്. യേശു കർത്താവ് യെരുശലേമിലേക്കുള്ള യാത്രയിലാണ് ഈ സംഭവവികാസങ്ങൾ നടക്കുന്നത്. കാരണം ശമരിക്കും ഗലീലയ്ക്കും മധ്യേ കിഴക്കേക്കരയിലുള്ള അതിൻ്റെ തെക്കുള്ള യെരുശലേമിലേക്കായിരുന്നു യേശുവിന് യാത്ര ചെയ്യേണ്ടത്. അത് ശമരിയിലൂടെ ടച്ച് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ യഹൂദന്മാരായ ആളുകൾ ആ റൂട്ട് തിരഞ്ഞെടുക്കാറില്ല. പക്ഷേ യേശു കർത്താവ് ആ റൂട്ട് തിരഞ്ഞെടുക്കുകയും അതുവഴി സഞ്ചരിച്ചപ്പോൾ ഈ ശമരിയ ജനതയിൽപ്പെട്ട അല്ലെങ്കിൽ ശമരിയ സ്ഥലത്തു നിന്നും 10 പേർ അവനെ എതിരിട്ടു എന്നതുമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അനേകരുടെ പ്രതിനിധികളാണിവർ. ന്യായപ്രമാണത്തിലും അവരുടെ വിശ്വാസ സംഹിതകളിലും അവരുടെ സാമൂഹ്യ കുടുംബ ബന്ധങ്ങളിലുമൊക്കെ ഒരു വലിയ പുറത്താക്കൽ വിധേയപ്പെട്ട ഒരു അസുഖമായിരുന്നു കുഷ്ഠം എന്ന് പറയുന്നത്. ഈവൻ ശരീരത്തിൽ ഏതെങ്കിലും ഒരു പാട് രൂപപ്പെട്ടാൽ പോലും അത് കുഷ്ഠമായി പരിഗണിച്ച് അവനെ പാളയത്തുനിന്ന് പുറത്താക്കിയിരുന്നു. അതൊരു വല്ലാത്ത മാനസിക വ്യഥ തന്നെയായിരുന്നു. ഇങ്ങനെ 10 കുഷ്ഠരോഗികൾ ഒരുമിച്ച് താമസിച്ചു എന്ന് പറയുമ്പോൾ അവരൊരു കുടുംബം പോലെ ജീവിച്ചിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം രോഗം ആദ്യ സമയത്ത് ഭാരമാണ് എങ്കിൽ ഇന്ന് അവർ 10 പേർ അത് മനസ്സിലാക്കുന്ന, രോഗത്തിൻ്റെ തീവ്രത മനസ്സിലാക്കുന്ന, രോഗത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്ന 10 പേർ ഒരുമിച്ച് കൂടി എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ സന്ദേശം. ഒരു കുടുംബം പോലെ അവർ അവിടെ അധിവസിച്ചിരുന്നു. ഇതിൽ ഒരുവൻ ശമരിയാക്കാരനും മറ്റുള്ളൊരു യഹൂദരുമായിരുന്നു എന്നാണ് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ രോഗം യഹൂദൻ്റെയും ശമര്യൻ്റെയും തമ്മിലുള്ള ബന്ധങ്ങളുടെ ഇടർച്ചയെ നീക്കി എന്നതാണ്. പലപ്പോഴും രോഗം ചില മനോഭാവങ്ങളെ മാറ്റാറുണ്ട്. ചില ഹോസ്പിറ്റൽ കിടക്കുകളൊക്കെ നമുക്ക് ചില സൗഹൃദങ്ങളുടെ വേദിയാകാറുണ്ട്. ഇക്കാലവും തുടരുന്ന ചില സൗഹൃദങ്ങൾ, രൂപപ്പെട്ട സന്ദർഭങ്ങൾ ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങളായി പറയാനായിട്ടുണ്ട്. നമ്മുടെ ചില മനോഭാവങ്ങൾ, വികലധാരണകളൊക്കെ ഇത്തരം ആശുപത്രിവാസങ്ങൾ തിരുത്താറുണ്ട്. ഇവിടെ ഒരു ശമര്യൻ്റെ ഒപ്പം യഹൂദന്മാരായ ആളുകൾ താമസിക്കുന്നു പറയുമ്പോൾ രോഗം അവരുടെ മനസ്സിൻ്റെ കുഷ്ഠത്തെ മാറ്റി എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ കുഷ്ഠരോഗികൾ 100 അടിയും മറ്റൊരു ഭാഗത്ത് പറയും 16 അടിയും മറ്റു ജനങ്ങളിൽ നിന്നും മാറിയായിരിക്കണമെന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ന്യായപ്രമാണം പറയുന്നത് അങ്ങനെ. സംഖ്യാപുസ്തകം 5 അധ്യായമൊക്കെ വായിക്കുമ്പോൾ അവിടെ കുഷ്ഠരോഗി ജനവാസത്തിന് പുറത്തായിരിക്കണം, അതായത് പാളയത്തിന് പുറത്തായിരിക്കണമെന്ന് ശക്തമായി നിഷ്കർഷിച്ച ഭാഗമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഈ കുഷ്ഠരോഗികളായ ആളുകൾ അവർ പറയുന്നത് എങ്ങനെയാണ്? 13 വാക്യത്തിൽ, ജീസസ് മാസ്റ്റർ ഹാവ് മേഴ്സി ഓൺ us, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പറയുക. യേശുവിൻ്റെ വ്യക്തിത്വത്തിലോ യേശുവിൻ്റെ പ്രവൃത്തിയിലോ ശക്തിയിലോ ഒന്നും അവർക്ക് സംശയമില്ല എന്നത് കാണിക്കുന്ന ഒരു ഭാവം കൂടെയായിരുന്നു.
യേശു സാധാരണഗതി പറയണമെന്ന് എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാം എന്നാണ് പറയുന്നത്. പക്ഷേ യേശു വളരെ വ്യത്യസ്തമായി അവരോട് പറയുകയാണ്, നിങ്ങൾ പോയി പുരോഹിതന്മാരെ കാണിക്കാൻ പറയുക. ഇവരുടെ നിലവിളിയിൽ തന്നെ അതിൻ്റെ തീവ്രത ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ചില ആളുകൾക്ക് ഈ തൊണ്ടയിലൊക്കെ ഈ കുഷ്ഠം ബാധിക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരില്ല, അവർ ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരും. ചില അവർ കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ 100 അടിയും 16 അടിയും ഒക്കെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഉറക്കെ സഞ്ചരിക്കേണ്ട സാഹചര്യം, ഉറക്കെ സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾ അവർ യേശുവിനെ വിശ്വസിച്ചു എന്നുള്ളതാണ്. കാരണം പുരോഹിതന്മാരെ കാണിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ സൗഖ്യം പ്രാപിക്കുമെന്ന് അവർ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, യേശു പറയുന്ന വാക്കുകളിൽ നമ്മൾ വിശ്വസിക്കാനായിട്ട് തയ്യാറാകണം. അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് നിശ്ചയമായും ഈ യാത്രയിൽ ഞങ്ങൾ സൗഖ്യമാകും എന്ന്. കാരണം ഞങ്ങളോട് പറഞ്ഞവൻ കർത്താവാണ് എന്നത് അവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരുവൻ മാത്രമാണ്, ഈ സൗഖ്യം പ്രാപിച്ച ഒരുവൻ മാത്രമാണ് മടങ്ങി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുന്നത്. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഒരുത്തൻ തനിക്ക് വന്ന സൗഖ്യം കണ്ട ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും മടങ്ങി വന്നവൻ്റെ കാൽക്കൽ കവന്നു വീണ് അവന് നന്ദി പറഞ്ഞു എന്നാണ് പറയുന്നത്. ശരിക്കും ദൈവത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ആളുകൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടത് ഈ കാലഘട്ടത്തിന് അനിവാര്യതയാണ്. ദൈവത്തിൽ നിന്ന് നന്മകൾ പ്രാപിച്ച നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിലിടങ്ങിയ അതിശയകരമായ ഇടപെടലുകളെ ഓർത്താൽ നമുക്ക് എങ്ങനെയാണ് വളരെ ദൂരം ഓടുവാനായിട്ട് സാധ്യമാകുന്നത്? അവൻ ഉച്ചത്തിൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് വന്നു എന്ന് പറയുമ്പോൾ തന്നെ അവന് ദൈവത്തിൻ്റെ നാമം പറയുന്നതിന് ഒരു ലജ്ജയും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെ ജീവിച്ചൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അത് മാറി ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ എത്രയും ഹീനമായ വാക്കുകൾ പറയാനൊരു പ്രയാസമില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ നാമം ഏറ്റുപറയാൻ നമുക്കിപ്പോൾ ഭയങ്കര നാണക്കേടാണ്. പക്ഷെ അവനെ സംബന്ധിച്ച് അതൊരു പുതിയ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്കായിരുന്നു അവനെ കൈപിടിച്ചാനയിച്ച്. അവൻ്റെ അധരങ്ങൾ അടക്കി വെക്കുവാൻ അവന് കഴിഞ്ഞില്ല എന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. യേശുവിൻ്റെ ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. 17-ാമത്തെ വാക്യത്തിൽ 10 പേർ ശുദ്ധരായത് 9 പേർ എവിടെയാണ്? നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങളെ പ്രാപിച്ചിട്ട് നമ്മൾ ഈ 9 പേരെ പോലും മടങ്ങി വരാതെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാർത്ഥതയിലേക്ക് നടന്നു പോയവരാണ് നമ്മൾ. ഒരുവൻ മാത്രമാണ് മടങ്ങി വന്നത്. നമുക്കെന്തുകൊണ്ടാണ് മടങ്ങി വരാനായിട്ട് കഴിയാതെ പോകുന്നത്? ഈ 9 പേർ എവിടെയെന്നുള്ള ചോദ്യം ഈ കാലഘട്ടത്തിലും പ്രസക്തമാകുന്നതിന് പിന്നിലുള്ള കാരണം ഈ 9 എന്ന് പറയുന്ന സംഖ്യയിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരുവൻ മാത്രം ദൈവത്തിൻ്റെ കാൽക്കൽ വീണ് നന്ദി പറയുക. അവൻ അതല്ലാതെ മറ്റൊന്നും പറയാൻ, അവന് മടങ്ങി വരാതിരിക്കാൻ കഴിയില്ലായിരുന്നു. എക്കാലവും ദൈവജനമെന്ന് പറയുന്ന ആളുകൾ ദൈവത്തിൽ നന്മകൾ പ്രാപിച്ച് അവരുടേതായ സ്വാർത്ഥതകളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ദൈവം വ്യസനിക്കുന്നുണ്ട്. അവൻ ഇപ്പോഴും ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുവൻ മടങ്ങി വന്നു, ബാക്കി 9 പേരെവിടെ എന്ന് ചോദിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങൾക്ക് മടങ്ങി വരാൻ കഴിയും, പക്ഷേ മടങ്ങി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, മടങ്ങി വരുവാനുള്ള ഒരു അനുഭവം ഞങ്ങൾ സൃഷ്ടിക്കണമേ എന്ന് പറയുവാനായിട്ട് സാധ്യമാകണം. അവനോട് മാത്രമാണ് യേശു കർത്താവ് പറഞ്ഞതിൻ്റെ വിശ്വാസം നിരീക്ഷിച്ചു. കാരണം പോകാൻ തീരുമാനിച്ച അവൻ്റെ തീരുമാനത്തിൽ അവൻ്റെ രൂഢമൂലമായ വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസം നിന്നുകൊണ്ടാണ് അവൻ്റെ മടക്കം സാധ്യമായത്. ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ പലപ്പോഴും വിശ്വാസരാഹിത്യമുള്ളവരായി നമ്മൾ മാറാറുണ്ട്. എന്നാൽ യേശു നൽകുന്ന കരുത്തോടുകൂടെ, യേശു നൽകുന്ന ബലത്തോടുകൂടെ നാളുകൾ നിൽക്കാനായിട്ട് കഴിയും. കാരണം അവൻ നമ്മുടെ സൗഖ്യദാതാവും നമ്മുടെ ജീവദാതാവുമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നത് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുവാൻ മാത്രമാണ് സാധ്യമാകുന്നത്. ഒരിക്കലും നമ്മളുടെ വ്യത്യസ്തമായ പലായനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങും എത്തിക്കില്ല. യേശുവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. 9 പേരെവിടെ ചോദ്യം ചോദിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങളും ആ ഒന്നിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ഉള്ളിൽ ഉയരേണ്ടത്. അത് ഈ നോമ്പ് കാലത്ത് സാധ്യമാകണം. ക്രൂശിലേക്കുള്ള പ്രയാണ വഴികളിൽ നമ്മളൊന്ന് മടങ്ങി വരേണ്ടതുണ്ട്. 9 പേരെ പോലെ നമ്മുടെ സ്വാർത്ഥതയിൽ നമ്മുടെ ജീവിതം തിരയുകയല്ല, മടങ്ങി വന്ന്
ക്രൂശിലേക്ക് മടങ്ങി വന്ന് കർത്താവിനൊപ്പം സന്തോഷിപ്പാനും ദൈവത്തിൽ നിന്ന് അധിക നന്മകളെ പ്രാപിപ്പാനും നമുക്ക് സാധ്യമാകും. അതിനായിട്ട് നമുക്കൊരുങ്ങാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, മടങ്ങി വരുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുക. ഈ നോമ്പ് കാലം ഞങ്ങളെ മടക്കി വരുത്തുന്നൊരു അനുഭവമാക്കി അവിടെ തീർക്കണമേ. നിൻ്റെ ക്രൂശിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഓടിപ്പോയിട്ടുണ്ട്. നിന്ന് മഹിമാദാനങ്ങളെ പ്രാപിച്ചുകൊണ്ട്, കൃപാദാനങ്ങളെ പ്രാപിച്ചുകൊണ്ട് ഞങ്ങളുടേതായ സ്വാർത്ഥതകളിലേക്ക് മടങ്ങിപ്പോയവരാണ്. പക്ഷേ മടങ്ങി വരുവാൻ നീ ഞങ്ങളെ സഹായിക്കുകയും ഒരുക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണം. തുടർന്ന് ഞങ്ങളെ മാനിക്കണം. ദിവസങ്ങൾ നിൽപ്പാൻ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണം. സകലവും യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.